പ്രിയമുള്ള ഡോക്ടർ മാരാർജി പ്രേക്ഷകരെ എല്ലാവർക്കും നമസ്കാരം. വളരെ ഗഹനമായൊരു വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത്. കർക്കിടക വാവുബലി, അതിൻ്റെ പ്രാധാന്യം, ആചാരങ്ങൾ ഇതൊക്കെ തന്നെ ഈ ഒരു വീഡിയോയിൽ ഡോക്ടർ മാരാർജി പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി സംവേദിക്കുകയാണ്. നാം കർക്കിടക വാവിനെപ്പറ്റി ചർച്ച ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുമായി ചർച്ച ചെയ്യാനുണ്ട്. നമ്മുടെ മനുഷ്യ ജന്മത്തിന് സഫലത ലഭിക്കണമെങ്കിൽ ധർമാർത്ഥ കാമ മോക്ഷമാകുന്ന പുരുഷാർത്ഥങ്ങളെ നാം സ്വായത്തമാക്കേണ്ടതുണ്ട്. നമ്മുടെ ഈ ഒരു മനുഷ്യജന്മത്തിൽ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. മനുഷ്യജന്മത്തിൽ ഒരു വ്യക്തി താൻ അറിഞ്ഞും അറിയാതെയും ചെയ്യുന്ന പാപകർമ്മങ്ങളെല്ലാം തന്നെ ഒരു പരിഹാരമെന്നോളം നാം ദേവപ്രീതിയിലൂടെയും പിതൃപ്രീതിയിലൂടെയും ആചരിച്ച് നമുക്ക് മുക്തി ലഭിക്കാനുള്ള ഉപായങ്ങളെ നാം തേടുന്നു. പഞ്ചമഹായജ്ഞങ്ങളാണ് ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ടത്. ഈ പഞ്ചമഹായജ്ഞങ്ങൾ എന്തെന്ന് നമുക്ക് പരിശോധിക്കാം. അധ്യാപനം ബ്രഹ്മയജ്ഞം, പിതൃയജ്ഞം തു തർപ്പണം, ഹോമോ ദേവ ബലിർ ഭൗതോ നൃയജ്ഞോതിഥി പൂജനം. ഗരുഡപുരാണത്തിലാണ് ഇത് സവിസ്തരം വിവരിച്ചിരിക്കുന്നത്. പഠിപ്പിക്കുക എന്നത് ബ്രഹ്മയജ്ഞവും, തർപ്പണം ചെയ്യുന്നത് പിതൃയജ്ഞവും, ഹോമാദികളെ കൊണ്ട് ദേവതകളെ സന്തോഷിപ്പിക്കുന്നത് ദേവയജ്ഞവും, പക്ഷിമൃഗാദികളെയും സസ്യജാലങ്ങളെയും സംരക്ഷിക്കുന്നത് ഭൂതയജ്ഞവും, അതിഥികളെ പൂജിക്കുന്നതും ശുശ്രൂഷിക്കുന്നതും മനുഷ്യ യജ്ഞവുമാകുന്നു. ഇങ്ങനെ 5 വിധത്തിലുള്ള യജ്ഞങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 യജ്ഞങ്ങൾ ദേവയജ്ഞവും പിതൃയജ്ഞവുമാകുന്നു. ദേവയജ്ഞം സാധിക്കുന്നത് പൂജാദികളെ കൊണ്ടും ദേവതകൾക്ക് ഹവിസ് നൽകിയും മറ്റുമാണ്. ഇനി പിതൃയജ്ഞത്തിലൂടെ നാം ചെയ്യുന്നത് പിതൃക്കളുടെ തർപ്പണമാണ്. അതിനു മുമ്പ് എന്താണ് യജ്ഞമെന്ന് നാം അറിയണം. യുജ്യതേ ദേവതാഹ അത്ര ഇതി യജ്ഞഃ. ഇവിടെ ദേവതകൾക്ക് ഹവിസ് മുതലായവ നൽകിയിട്ടാണ് ദേവയജ്ഞം നടത്തുന്നത്. പിതൃക്കൾക്ക് പിതൃഹോമാദി പൂജാദികൾ നടത്തി തർപ്പണം ചെയ്ത് സന്തോഷിപ്പിക്കുന്നതിനെയാണ് പിതൃയജ്ഞം എന്ന് പറയുന്നത്. യുജ്യതേ പിത്രാദീൻ തർപ്പണം ഇതി പിതൃയജ്ഞം. യഥാർത്ഥത്തിൽ എന്തിനാണ് നാം പിതൃക്കളെ സന്തോഷിപ്പിക്കേണ്ടതെന്നുകൂടി നാം അറിയണം. അബ്ദ ദീക്ഷാദി ലോപേന പ്രേതായാത പിശാചതാം സ്വജനാൻ ബാധമാനസ്തേ ചരന്തീതി ഖലു സ്മൃതി. ഇപ്രകാരം സ്മൃതി പറയപ്പെടുന്നു. അബ്ദ ദീക്ഷാദി ലോപേന, വാർഷികമായി പിതൃക്കൾക്ക് ചെയ്യേണ്ടുന്ന ദീക്ഷ, ശ്രാദ്ധാദി കർമ്മങ്ങൾ, ബലികർമ്മങ്ങളൊക്കെ ചെയ്യാതെയാകുമ്പോൾ പ്രേതങ്ങൾ പൈശാചികമായ അവസ്ഥയെ പ്രാപിക്കുന്നു. സ്വജനാന്തേ ബാധമാനാഹ, അവർ അതിലൂടെ തൻ്റെ സന്താന പരമ്പരകളെ ബാധിക്കുന്നു, അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു എന്നാണ് ശാസ്ത്രം. ഇനി പ്രേതങ്ങൾ കോപിച്ചാലുള്ള അവസ്ഥ ഇവിടെ സൂചിപ്പിച്ചു. അതിനെ കുറച്ചുകൂടി പ്രശ്നമാർഗത്തിൽ 15-ാം അധ്യായത്തിൽ ആചാര്യൻ ഇപ്രകാരം പറയുന്നു. കോപപ്രേതസ്യ കുര്യാത് തനയ വിഹനനം ച ആമയാദീൻ അനർത്ഥാൻ തൽ പ്രീത്യൈ പാർവണാദ്യം പിതൃഗണ മനസ പ്രീണനം ശ്രാദ്ധകർമ്മ കുര്യാച്ച ക്ഷേത്രപിണ്ഡം തിലഹവനമപി ബ്രാഹ്മണാനാം ച ഭുക്തി പ്രീതാ പ്രേതാസ്ത്വമീഭിർ വിദധതി സകല സമ്പദ സന്തതിം ച. ഇവിടെ പ്രേതസ്യ കോപഃ കുര്യാത്, പ്രേതങ്ങൾക്ക് കോപം വന്നാൽ അവർ ഇപ്രകാരം ചെയ്യുന്നു. തനയ വിഹനനം, സന്താനങ്ങളെ നശിപ്പിക്കുന്നു, ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു. ആമയാദീൻ, രോഗങ്ങളുണ്ടാക്കുന്നു, അനർത്ഥങ്ങളെ ഉണ്ടാക്കുന്നു. അതിനാൽ പ്രേതങ്ങളുടെ പ്രീതിക്കായിക്കൊണ്ട് പാർവണാദ്യം, അമാവാസി തുടങ്ങിയ ദിനങ്ങളിൽ
പിതൃഗണ മനസ്സ പ്രീണനം, പിതൃക്കളുടെ കൂട്ടങ്ങളുടെ മനസ്സിനെ എന്ത് ചെയ്യണം? നിങ്ങൾ സന്തോഷിപ്പിക്കണം. ശ്രാദ്ധകർമ്മത്തിലൂടെ സന്തോഷിപ്പിക്കണം. ശ്രദ്ധയോടുകൂടി ചെയ്യുന്ന കർമ്മമാകുന്നു ശ്രാദ്ധം എന്ന് പ്രത്യേകം ഇവിടെ പരാമർശിക്കുന്നു. കുര്യാച്ച ക്ഷേത്രപിണ്ഡം തിലഹവനമഭി, ക്ഷേത്രപിണ്ഡം ചെയ്ത് തിലഹോമാദികളും കുര്യാത് ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം ബ്രാഹ്മണാനാം ച ഭുക്തി, ബ്രാഹ്മണർക്ക് അന്നദാനം കൂടെ നിങ്ങൾ ചെയ്യേണ്ടതാണ്. ഇപ്രകാരം പ്രീതാഹ പ്രേതാഹ, ഇപ്രകാരം സന്തുഷ്ടരായ പ്രേതങ്ങൾ അമീഭിഹി വിദദതി, ഇവർക്ക് ഈ പ്രേതകർമ്മങ്ങൾ ചെയ്യുന്ന വ്യക്തിക്ക് വിദദതി നൽകുന്നു, അനുഗ്രഹം നൽകുന്നു. സകലാഹ സമ്പദ സന്തതിഞ്ച, എല്ലാ സമ്പത്തുകളും നൽകുന്നു, സന്തതികളെ നൽകുന്നു, സന്തതി പരമ്പരക്ക് പൂർണ്ണമായ അനുഗ്രഹാശിസ്സുകളും നൽകുന്നു എന്നാണ് പ്രശ്നമാർഗത്തിൽ ഒരു ശ്ലോകത്തിലൂടെ ആചാര്യൻ നമുക്ക് നൽകിയ ഉപദേശം, സന്ദേശം. അതിനാൽ എല്ലാ കറുത്ത വാവുകളിലും ബലിയിടാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് ഇതിൽ ഏറ്റവും പ്രാധാന്യം കർക്കിടക വാവിനാണ്. എന്തുകൊണ്ടാണ് കർക്കിടക വാവിന് ഇത്ര പ്രാധാന്യമെന്നുകൂടി പ്രിയപ്പെട്ട എൻ്റെ പ്രേക്ഷകരറിയണം. കർക്കിടകം 1 മുതൽ ദക്ഷിണായനം വരികയാണ്. ദക്ഷിണായനത്തിലെ ആദ്യത്തെ വാവാകുന്നു കറുത്ത വാവ്. അതിനാൽ ദക്ഷിണായനത്തിലെ വാവിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അതിനുശേഷം തുലാമാസത്തിലെ കറുത്ത വാവിനും കുംഭമാസത്തിലെ കറുത്ത വാവിനും പ്രാധാന്യം നൽകി വരുന്നു. ഇവിടെ ഈ വർഷം 2024 1199 കർക്കിടക മാസം എപ്പോഴാണ് പിതൃബലിയുടെ ദിനവും സമയവുമെന്ന് നമുക്ക് പരിശോധിക്കാം. ഈ വർഷം കറുത്ത വാവ് വരുന്നത് 1199 കർക്കിടക മാസം 19-ാം തീയതിയാണ്. അതായത് 2024 ആഗസ്റ്റ് മാസം 3-ാം തീയതി ശനിയാഴ്ചയാണ് നാം കർക്കിടക വാവ് ബലി നൽകേണ്ടത്. ഇവിടെ ധാരാളം സന്ദേഹങ്ങളുണ്ട്. പഞ്ചാംഗത്തിൽ കാണുന്നു ആഗസ്റ്റ് 4-ാം തീയതി ഞായറാഴ്ച കറുത്ത വാവ് 25 നാഴിക 59 വിനാഴിക വരെയുണ്ട്, ഉദ്ദേശം 4:30 മണി വരെയുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ വാവുബലി ആചരിക്കേണ്ടത് 3-ാം തീയതിയാണ്, ചതുർദശി തിഥിയിലാണ്. അതിന് കാരണം രാക്കൂടുന്ന ദിവസമാണ് നാം വാവുബലി ആചരിക്കേണ്ടത്. അതിനാൽ ശനിയാഴ്ച 3-ാം തീയതി ഉദയത്തിന് ശേഷം 7 മണി മുതൽ ഉച്ചവരെയുള്ള സമയം പിതൃതർപ്പണത്തിനായി വിനിയോഗിക്കാവുന്നതാണ്. യദ്യസ്തമയാത് പൂർവേ ഘടികാഷഡ്കം ആദിശേത് അമാവാസ്യം തദ്ദിനസ്യാത് ശ്രാദ്ധകർമ്മ വിനിർദിശേത്. ഈ പ്രമാണത്തിൽ എല്ലാം അടങ്ങിയിരിക്കുന്നു. നിങ്ങൾക്കൊരു സന്ദേഹത്തിൻ്റെ ആവശ്യം ഈ വിഷയത്തിലില്ല. 3-ാം തീയതി തന്നെ നിങ്ങൾ പിതൃകർമ്മമെന്ന ആ മഹാദൗത്യം നിർവഹിക്കുക. പിതൃകർമ്മശുദ്ധി നരജന്മ മുക്തി എന്നാണ് ആചാര്യർ പറഞ്ഞിരിക്കുന്നത്. എല്ലാ പ്രിയപ്പെട്ട ഡോക്ടർ മാരാർജി പ്രേക്ഷകർക്കും യാതൊരു വിഘ്നങ്ങളുമില്ലാതെ ഈ കർക്കിടക മാസത്തിൽ പിതൃകർമ്മം ചെയ്യുവാനുള്ള ഒരു അസുലഭമായ സന്ദർഭം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം വിരമിക്കുന്നു. നന്ദി, നമസ്കാരം.